നമുക്കൊന്ന് മാംഗ്ലൂരിയൻ സ്റ്റൈലില് ഒരു മീൻകറി ഉണ്ടാക്കിയാലോ? പുളിമൂഞ്ചി. സമയം കളയണ്ട, ഉടനെ എവിടെയാലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി 4-5 പേർക്കുള്ളതായിട്ടാണ് കേട്ടോ. 4 പീസ് അയില, അത് ക്ലീൻ ചെയ്ത് വരഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് അതിനൊരു 15 മിനിറ്റ് നേരം അങ്ങോട്ട് വയ്ക്കാം. ഒരു മീഡിയം സൈസ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ പുളി, അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് അതിനെ അങ്ങോട്ട് ഞെരടി പിഴിഞ്ഞ് സൈഡിലേക്ക് വെച്ചേക്കാം. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 15 പീസ് പെപ്പർകോൺ, 10 പീസ് ഫെനുഗ്രീക്ക്, പിന്നെ 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 1/4 ടീസ്പൂൺ അച്ചുവൈൻ. അതും ഇട്ട് നല്ല ചെറു തീയിലിട്ട് അതിനെ അങ്ങോട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീർ ചെയ്തേക്കണം. അത് കഴിഞ്ഞ് അത് തണുത്ത് കഴിഞ്ഞാൽ ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 5 പീസ് കാശ്മീരി ചില്ലി, ഒരു 12 പീസ് നമ്മുടെ ചുമപ്പ മുളക്, ഇനി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാട്ടോ. സ്ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കും കേട്ടോ ചില്ലിയുടെ. തണുപ്പിച്ച് അതിനും അതേ സെയിം ബ്ലെൻഡറിലേക്ക് തന്നെ ഇടും. ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത്, ഒരു മീഡിയം സൈസ് സബോള സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4 ക്ലോസ് വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ നമ്മൾ നേരത്തെ ഞെരടി പിഴിഞ്ഞ് വെച്ച പുളിയും അതിൻ്റെ വെള്ളവും ചേർത്ത് അടച്ച് നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം. ഒരു കളിമൺചട്ടി വെച്ചിട്ട് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ആ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതൊന്ന് അങ്ങോട്ട് വഴറ്റാം. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടിച്ചു വെച്ച ആ മിക്സിയുടെ ബ്ലെൻഡറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചിറ്റിച്ച് ആ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ്, സബോള ചോപ്പ് ചെയ്തത് പകുതി, 3 മിളക് ഫൈനായി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ഒരു 3 ക്ലോസ് ഫൈനായി ചോപ്പ് ചെയ്തത്, ഇഞ്ചി ഒരു ടീസ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, ഇതെല്ലാം ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു 4 മിനിറ്റ്, എക്സാക്റ്റ് 4 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ അയില ആ ഗ്രേവിയിലേക്ക് കണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ചിറ്റിക്ക, സ്പൂൺ വെച്ച് ഇളക്കരുത്, മീൻ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ അങ്ങോട്ട് കൈ വെച്ചാണ്ട് ചിറ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 to 12 മിനിറ്റ് നേരം വരെ കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മളുണ്ടാക്കിയ ഫിഷ് കറി മാംഗ്ലൂരിയൻ സ്റ്റൈലില് റെഡി ആയിട്ടുണ്ട്. അത് കുറച്ചു നേരം അങ്ങോട്ട് വെച്ച് അതിന്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് വന്നാണ് ടേസ്റ്റ് ചെയ്യുന്നത്. സൂപ്പറായിട്ട് ഒന്ന് ട്രൈ നോക്കണേ. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.